മാക്ബുക്ക് പ്രോ 2021 മോഡലാണിത്. ഇത് ആമസോണിൽ വന്നിട്ടുള്ളതാണ്. നല്ല പ്രൈസ് കണ്ടിട്ട് എടുത്തതാണ്. അപ്പോൾ 6000 ദിറംസിനാണ് കിട്ടിയിട്ടുള്ളത്. 16 GB 14 ഇഞ്ചിൻ്റെ 512 SSD സ്റ്റാൻഡേർഡ്. സ്പേസ് ഗ്രേ എന്ന കളറ്. ഇതിൻ്റെ ഉള്ളിൽ കേബിളുണ്ട്. USB-C, മെറ്റേ ഉണ്ട്, മാക്സേഫ്. പിന്നെ സാധാരണ മാനുവൽ ഉണ്ട്, പേപ്പർ മാനുവൽ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. ഇതിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. ആപ്പിൾ സ്റ്റിക്കേഴ്സും വരുന്നുണ്ട്, കറുത്ത ആപ്പിൾ സ്റ്റിക്കർ. ആ കളറിലെ ബുക്കാണ് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. ഇതാണ് ചാർജർ, അതിലേക്ക് അങ്ങ് കുത്താം. USB-C ആണ് മറ്റേ അറ്റം. ഇനി നമുക്ക് ഈ തുറന്ന് നോക്കാം. ഓരോ ഊരിക്കഴിഞ്ഞാൽ ഇതാണ് കളറ്. കുറച്ച് പർപ്പിൾ കളറുണ്ട്. ബാക്ക് സൈഡ് നമുക്ക് മാക്ബുക്ക് പ്രോ എന്ന് ആദ്യത്ത് ഫീൽ ചെയ്യുക, അത് എൻഗ്രേവ്ഡ് ആണ്. ഇതാണ് ലാപ്ടോപ്പ്, സ്പേസ് ഗ്രേ. ചില ഏരിയയിൽ ഒരു പർപ്പിൾ കളറായിട്ട് അടിക്കും, ചില ഷെയ്ഡിൽ. ഇത് ഫസ്റ്റ് ടൈം ഓപ്പണിംഗ് ആണ്. തുറക്കുമ്പോൾ ഇത് ബൂട്ടാകുന്നുണ്ട്. ഇനി നമുക്കിത് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചത് മാക്ബുക്ക് പ്രോ 2015 ഇതാണ് മാക്ബുക്ക് പ്രോ 2015. രണ്ടും അടുത്തടുത്തായിട്ട് വെക്കാം. മാക്ബുക്ക് പ്രോ 2015, ഇത് 2021. മാക്ബുക്ക് പ്രോ 2023 ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ 2023-2021 വലിയ വ്യത്യാസമില്ല. 20% പെർഫോമൻസിൻ്റെ ഇമ്പ്രൂവ്മെൻ്റാണ്. അങ്ങനെയാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഫിസിക്കൽ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഒന്നാമത് മെയിനായിട്ട് നമുക്ക് കാണുന്നത്, പണ്ടത്തെ മാക്ബുക്ക് പ്രോന് ഗ്ലോ ഉണ്ടാവും, പുതിയതിന് ആ ഗ്ലോ ഇല്ല. ഇതൊരു കണ്ണാടീൻ്റെ ഒരു എഫക്റ്റാണ്. പിന്നെ ഇത് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളെ കൈയിൻ്റെ ഫിംഗർ പ്രിൻ്റെല്ലാം കൂളായിട്ട് ഇങ്ങനെ ഒട്ടി വെക്കും. അത് വേറെ ഒരു തലവേദന ഇതിൻ്റെ. പക്ഷേ ഈ ഗ്ലോ നല്ല ഭംഗിയാണ്. നമ്മളെപ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ ഇത് ഓണാകുമ്പോൾ ഇത് കത്തും. അതിപ്പോൾ ഇതിനില്ല. പുതിയതിനത് അവർ ഒഴിവാക്കി. പിന്നെ വേറെന്തെങ്കിലും വ്യത്യാസം ഇനി നമുക്ക് മറിച്ച് നോക്കാം. മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാക്ബുക്ക് പ്രോ എന്നൊരു എൻഗ്രേവ്മെൻ്റ് ഉണ്ട്. ഇത് ഫീൽ ആവും. ഉണ്ടാവും മാക്ബുക്ക് പ്രോ. അതേസമയത്ത് ഇത് മറിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇതിലിപ്പോൾ ഇളകിയിട്ടുണ്ട്, കുറച്ച് പഴയതായി. അപ്പോൾ ഇതിൻ്റെ ഗ്രിപ്പെല്ലാം ഇളകിയിട്ടുണ്ട്. പക്ഷെ ഇതാണ് വ്യത്യാസം, ബാക്കും പുറവും. പിന്നെ വെയിറ്റ് വൈസ് ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്. നല്ല ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ്. അതേസമയത്ത് പണ്ടത്തെ നമ്മളെ മാക്ബുക്ക് പ്രോ 215 മച്ച് ലൈറ്റർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ കളറിൽ കിട്ടും ഈ ലാപ്ടോപ്പ്. ഞാൻ പിന്നെ ചേഞ്ചിനെടുത്താണ് ഈ ഗ്രേ. ഒരു ഗ്രേ എന്നാണ് പറയുന്നത്, കുറച്ച് പർപ്പിൾ ടിൻറ്റിലും വരും. പോർട്സ് നമുക്ക് പറയാം. ഈ സൈഡിൽ അവർ ഒരു ഡിസ്പ്ലേ പോർട്ട് വെച്ചിട്ടുണ്ട്, USB-C, SD കാർഡ് സ്ലോട്ട്, നമ്മളെ ക്യാമറേൻ്റെ എല്ലാം മെമ്മറി കാർഡിലിട്ട് ഇടാൻ വേണ്ടി. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, 2 USB-C ഇവിടെയുണ്ട്. പിന്നെ മാക്സേഫ് ചാർജിങ് പോർട്ടും ഉണ്ട്. ഇതെല്ലാം ഇതിൻ്റെ. അതേസമയത്ത് നമ്മൾ USB-A ആണ്. അതായത് ഇതിൽ കാണുന്ന USB-A പോർട്ട് ഇനി ഈ പുതിയതിലില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡോങ്കിളിൽ ഒപ്പിക്കേണ്ടി വരും. ഡോങ്കിൾ വാങ്ങിയിട്ട് അതാദ്യം കുത്തണം. അത് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് USB-A കുത്താം. USB-A. അപ്പോൾ ഇതിപ്പോൾ ഇതിൽ ഇടണമെങ്കിൽ ഇവിടെ സ്ലോട്ടില്ല. ഇത് HDMI-ൻ്റെ സ്ലോട്ടാണ്. USB-C ഇത് കമ്പാറ്റബിൾ അല്ല. അതേസമയത്ത് ഇവിടെയും അങ്ങനെ തന്നെ. അപ്പോൾ USB-A സ്ലോട്ട് ഇതിനില്ല. അതിന് നമ്മൾ ഇനി തേർഡ് പാർട്ടി ടൂളിൽ ഉപയോഗിക്കണം. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയാന്ന്. ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങണം. എന്നിട്ട് ഇതിനെ മേലെ അങ്ങ് കുത്തിക്കഴിഞ്ഞാൽ USB-A ആയി. അപ്പോൾ ഇനി നമുക്കിത് അങ്ങനെ നേരെ ഇതിനുള്ളിലേക്ക് ഇടാം. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഡബിൾ പണിയാണ്. അപ്പോൾ ഇതിപ്പോൾ സമയത്ത് USB-A ഡിവൈസസ് കുത്തണമെങ്കിൽ ആദ്യം നമ്മൾ ഇത് വാങ്ങേണ്ടി വരും. ഇതിൽ കുത്തിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ സാധാരണ നമ്മൾ പുതിയ ലാപ്ടോപ്പെല്ലാം വാങ്ങുമ്പോൾ കൂടുതൽ സൗകര്യമാണ്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഡെഫിനിഷൻ്റെ അവർ ഊരിക്കളഞ്ഞത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം. ഇനി നമുക്ക് തുറന്നു നോക്കാം ഇതിങ്ങനെ കാണാൻ. തുറന്നു തന്നെ കാണാം ഇതിൻ്റെ പാറ്റേൺ. ഇതാണ് നമ്മൾ പഴയ 2015 മാക്ബുക്ക് പ്രോൻ്റെ കീബോർഡ് ലേഔട്ടോ അതിൻ്റെ ഡിസൈൻ. ഇനിയിപ്പോൾ പുതിയത് പറഞ്ഞു കഴിഞ്ഞാൽ
ഒന്നാമത് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന പാടിന് ഇത് ഓണാവും. ഇതിന് ഓഫാക്കാനൊന്നും പറ്റൂല. ഇത് തുറന്ന പാടിനെ അത് ഓണാകാൻ തുടങ്ങും. ഇത് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്താലും നമ്മളിങ്ങനെ ലിഡ് പൂട്ടിയിട്ട് ഷട്ട് ഡൗൺ ചെയ്താലും ഇങ്ങനെ തുറക്കുമ്പോൾ ഓണോ. ഈ പവർ ബട്ടൺ അമർത്താൻ തന്നെ ഇല്ല, അപ്പോഴത്തേക്കിന് ഓണാകും. അത് ഓഫാക്കേണ്ട ഒരു ഫീച്ചറും ഇല്ല ഇതിന്. അത് ഇതിന് വേറെ കുഴപ്പമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ കീസ് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് തിരിയും. ഇത് ഫുൾ ബ്ലാക്ക്, അത് നല്ല ഒരു ഉപയോഗമാണ്. കച്ചറൊന്നും അങ്ങനെ കാണില്ല, നല്ലൊരു കോൺട്രാസ്റ്റും ഉണ്ട്. പിന്നെ ഇതിൻ്റെ കീസാണ് കൂടുതൽ സുഖം. ഞാനിപ്പോൾ കുറച്ച് ദിവസം ഇത് ഉപയോഗിക്കുന്നു. കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു വൈഡർ കീസ് പോലെ അമർത്താനും ടൈപ്പ് ചെയ്യാനെല്ലാം നല്ല സൗകര്യമാണ്. പിന്നെ ഇതാണ് ഏറ്റവും വലിയൊരു ഉപയോഗം. പാസ്വേഡ് ഇടുന്ന പ്രകാരം നമുക്ക് നമ്മൾ വിരലവിടെ വെച്ചോട്ടാൽ മതി. അപ്പോൾ ഇത് പല പ്രാവശ്യം ഉപയോഗമായിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിന് അതില്ല. ഇത് ഈ കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുള്ള ഒരു പുതിയൊരു ഫീച്ചറാണ്, വളരെ യൂസ്ഫുൾ. പിന്നെ ഇതിന് സ്പീക്കർ ഉണ്ട്, 2 ലൈനിൽ സ്പീക്കർ. ഇവിടെ സ്പീക്കേഴ്സ് കാണുന്നു, പക്ഷേ ഇത് മേലോട്ട് തന്നെ. അതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്. ഡെഫിനറ്റ്ലി ആ ഒരു എക്സ്പീരിയൻസ്, സൗണ്ട് ക്വാളിറ്റി ഭയങ്കര വ്യത്യാസമുണ്ട് ഈ ലാപ്ടോപ്പ് ആ ഒരു 500 രൂപ വ്യത്യാസമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലുതാക്കി കുറച്ചും കൂടി വീതിയുണ്ട്. ഇവരെ ഈ ട്രാക്ക് പാഡ് ഇത് കുറച്ചും കൂടി ചെറുതാണ്, ഇത് കുറച്ചും കൂടി വീതിയുണ്ട്. അപ്പോൾ അത് സൗകര്യമാണ്. അപ്പോൾ മൊത്തത്തിൽ ഇത് ഉപയോഗിക്കാനും കമ്പയർ ചെയ്യുമ്പോൾ ഇതിനാട്ടി ഇതാണ് കൂടുതൽ സൗകര്യം. ആകെ ആ USB-A ഇല്ലാന്നാണു, ബാക്കിയെല്ലാം കൊണ്ട് ഇത് നല്ലൊരു ലാപ്ടോപ്പാണ്. അപ്പോൾ ഇത്ര തന്നെ ഈ 2 വ്യത്യാസവും, ഈ ലാപ്ടോപ്പ് ഈ പഴയ മോഡലും ഈ പുതിയ ലാപ്ടോപ്പിന് വ്യത്യാസം. 2023 റേറ്റ് നോക്കുമ്പോൾ ഒരു 1300 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ 2023 കിട്ടും. പക്ഷേ എനിക്ക് വിലക്കുള്ള വ്യത്യാസമൊന്നും കാണുന്നില്ല. നല്ല റേറ്റിന് 2021 മോഡൽ കിട്ടുകയാണെങ്കിൽ അത് തന്നെ ബെറ്റർ. ഇതിപ്പോൾ എനിക്ക് 6000 ദിർഹംസിനാണ് കിട്ടിയത്. ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്. 2023 ആണെങ്കിൽ 7300 7200 ദിർഹംസിനാണ് കിട്ടാനുണ്ട്. പക്ഷേ ആകെ ഒരു 20% ഇമ്പ്രൂവ്മെൻറ്റിന് അത്രമാത്രമൊന്നും എനിക്ക് കാണുന്നില്ല. വർത്ത് ഇറ്റ്.